വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നൊന്നിരിക്കാമോ എൻ്റെ കോമളമുഖത്ത്. നിന്റെ ഒരു പരിപാടിയെന്ന് തോന്നുന്നു, നീ ചുമ്മാ ഒന്ന് പാടിയിടുന്നുണ്ട്, ചുമ്മാ വാട്സാപ്പിൽ അയച്ചു. നീ ചെയ്യണ്ട, ശരി സെറ്റ് ആയതുകൊണ്ട് ഞാൻ പോയി. പിന്നെ അവള് ഇറങ്ങിയപ്പോഴാണ് അഖിലേഷ് ആണെങ്കിലും ഇവരുടെ അറിയണത് ഈ പാട്ട് ഇറങ്ങി. ഒരു വണ്ടിന് പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാം അടക്കി ഭരിക്കുന്ന ആ പാട്ടിന് പിന്നാലെ നമ്മളും പോയി. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് വണ്ട് പാട്ട് എഴുതി സംഗീത സംവിധാനം ചെയ്ത രജത് പ്രകാശാണ്. ഹലോ. എല്ലാവർക്കും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോൾ തുറന്നാലും ഇതിൻ്റെ ഒരു റീൽ ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. ഇല്ല, ബുദ്ധിമുട്ടില്ല, നമുക്ക് കേൾക്കാൻ ഇഷ്ടമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് എത്തിയത്? വണ്ടിയിലേക്ക് എത്തിയത് 2 വർഷം മുമ്പാണ്. 2 വർഷം മുമ്പ് പാലക്കാട് പാലക്കാടായിരുന്നു ആ സമയത്ത്. ഓതളങ്ങ ദൂരത്ത് സീരീസ്, വെബ് സീരീസ്, അതിനകത്ത് വേണ്ടിയിട്ട് അവർക്കൊരു ട്രാക്ക് കൊടുത്തു. ആ ട്രാക്ക് ഇങ്ങനെ ഓക്കെ, ഞങ്ങൾക്ക് ഓക്കെ, അവർക്ക് ഓക്കെ, കുഴപ്പമില്ല, അത് ചെയ്യാൻ എന്നുള്ളൊരു ട്രാക്കായിരുന്നു. ആ പാട്ടിൽ നിന്ന് ഞാനൊരു സ്വപ്നം കണ്ടേ, സ്വപ്നത്തിൽ നീയും ഉണ്ട്, സ്വപ്നത്തിൽ ഞാനും ഉണ്ട് എന്നിട്ടൊക്കെ ഒരു സാധനം. അവരുടെ ഒരു വേൾഡിൽ ഒരു ഫോക്ക് പരിപാടിയൊക്കെ ഉള്ളൊരു സംഭവം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിനാണ് ആദ്യം വന്നത് വർക്ക്. പക്ഷെ അത് അത്ര സെറ്റായില്ല. എനിക്ക് ആ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വർക്കുകൾ ഞാൻ ചവിട്ടിയ സമയമായിരുന്നു. എനിക്കൊരു തോട്ടൊക്കെ വന്നിരുന്നത് ഇൻഡിപെൻഡൻ്റ് ആവണം, കുറേ ഇൻഡിപെൻഡൻ്റ് ട്രാക്ക് ചെയ്യണം, കുറേ ഇൻഡിപെൻഡൻ്റ് മ്യൂസിക് വീഡിയോസ് ചെയ്യണം. ആ ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതല്ല. വളരെ ഓപ്പൺ ആയിട്ടൊരു ട്രാക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവരോടും പറഞ്ഞു ഇങ്ങനെ വിൻറ്റേജ് പരിപാടികൾ ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞാൻ എല്ലാവരോടും പറയുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ വേറൊരു പ്രൊജക്റ്റ് ഹാഡ് സ്മിത്ത്, അതിനകത്തുള്ള ട്രാക്കുകളും ഈ പഴയ റെട്രോ വൈബ്സ് ഒക്കെ ഞാൻ പിടിക്കാനുള്ള ശ്രമമുണ്ട് എനിക്ക്. അംബുജിക്ക് ഞാൻ അയച്ചു കൊടുത്തതാണ് ഈ ട്രാക്ക്. ഇങ്ങനെ അതിൻ്റെ ജാം കഴിഞ്ഞു, അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ഇത് കണ്ടു, കൊള്ളാം ഈ സാധനം വർക്ക് ആവുണ്ടെന്നുള്ളതിൽ അവരനുസരിച്ച് എഡിറ്റ് ഒക്കെ ചെയ്തു. ഭയങ്കര രസം. അത് ജോമോനും വേറെ ഒരു പുള്ളിക്കാരിയും കൊണ്ട് അവരുടെ കെമിസ്ട്രി അതിലുള്ള പാട്ടാണത്. അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ട് മാച്ചായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഓതളങ്ങാത്തുരുത്തിൽ സീരീസിലേക്ക് വേണ്ടി എഴുതിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഇപ്പോഴാണ് ആ ഒരു ട്രാക്ക് വന്നതും അതൊന്ന് എല്ലാവർക്കും കേട്ടതും ഒക്കെ. അപ്പോൾ അത് ആ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് പാട്ടിറക്കിയത്? ആ ഗ്യാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ടൈമിൽ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ളൊരു അങ്ങനെയൊന്നും ചിന്തിച്ചുണ്ടാക്കിയ പാട്ടൊന്നുമല്ല. പിന്നെ ഓതളങ്ങാത്തുരുത്ത് സീരീസ് ഇറക്കിയതിൻ്റെ ഒരു കുറച്ച് നാൾ ശേഷമാണ്, 4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പോട്ടിഫൈയിലൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ആൾക്കാർ ഈ കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാ പാട്ട്, ഇത് എവിടെ നിന്ന് കിട്ടും. എന്നിട്ട് ആൾക്കാർ അവിടെ നിന്ന് പീസൊക്കെ കട്ട് ചെയ്തിട്ട് മണിമുമ്പള രാജുവിൻ്റെ ഏതൊരു പഴയ ഒരു വീഡിയോയിലൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ കണ്ടു കുറച്ച് പേരൊക്കെ ചെയ്ത്. അപ്പം അതൊരു ലക്ഷങ്ങളിൽ കുറച്ച് ലക്ഷം വ്യൂസൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പാട്ടിൻ്റെ. അപ്പോഴും ഒരു എപ്പിസോഡ് 10th എപ്പിസോഡിലുള്ള അതിൻ്റെ ഒരു പോർഷനാണ് ഈ പാട്ട്. 12 എപ്പിസോഡിൽ ഒരു ജോമോന്റെ സെഗ്മെന്റ് ആണ് ഈ ട്രാക്ക്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു, ഇത് ഇറക്കി ഇപ്പോഴെങ്കിലും അങ്ങനെയാണെങ്കിൽ കുറച്ച് നമുക്ക് റിഡീം ചെയ്യാലോ ഈ ഒരു കിട്ടുന്ന ഫെയിം. അങ്ങനെയാണ് ഇത് 2ാമത് അപ്ലോഡ് ചെയ്തത്. അതൊന്ന് പാടി തുടങ്ങിയാലോ? ഞാൻ പാടി ശ്രമിക്കാൻ നോക്കാം. ഇത് പാടിയത് അഖിലേഷ് രാമചന്ദ്രനും പിന്നെ എൻ്റെ ഫ്രണ്ട് രഹന എന്നിട്ട് അവരാണ് ട്രാക്ക് ആക്ച്വലി പാടിയത്. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നൊന്നിരിക്കാമോ എൻ്റെ കോമളമുഖത്ത്. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നൊന്നിരിക്കാമോ എൻ്റെ കോമളമുഖത്ത്. കാനനത്തേരിൽ ഞാനും നീയും ഒന്നിച്ചു പോകാം, ആശകളുണ്ടെന്നാലും എന്തേ നാണിച്ചു നീയേ. നാണമല്ല ഹേ ഞാനൊരു പൂവിൻ മുട്ടല്ലേ, എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നൊന്നിരിക്കാമോ എൻ്റെ കോമളമുഖത്ത്. അപാര പാരഡി സെൻസ് ഉള്ള മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോ ജസ്റ്റിൻ ബീബറിന്റെ ബേബി ഇവിടെ ഒരു തർജ്ജിമയാണ് ചെയ്തത്, പാരഡി അല്ലായിരുന്നത്. എന്നാ ഇന്റർനാഷണൽ സോങ്സ് അല്ലെങ്കിൽ പാട്ട് മലയാളത്തിൽ എങ്ങനെ കൗതുകമായിരുന്നു ഈ ആ ടൈമില് ഒരു പാട്ട്. അതൊക്കെ എങ്ങനെയാ തലയിൽ വന്ന ആ ലിറിക്സ് ഒക്കെ? തലയിലൊന്നും ഇല്ല. അതെന്താ പരിപാടി എന്നറിയോ? കറക്റ്റ് ആ ലിറിക്സ് ഇംഗ്ലീഷുള്ള മലയാളത്തിലാക്കി ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ അർത്ഥം അങ്ങനെ ആയിപ്പോയി കുറെ പാട്ടിലൊക്കെ. അപ്പൊ അങ്ങനെ അത് ഒരിടയ്ക്ക് ചുമ്മാ ചെയ്യായിരുന്നു. ഇത് എൻ്റെ ഒരു സെൽഫ് വിനോദം, വെറുതെ ഇരിക്കുമ്പോൾ എന്നെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന കുറെ വിദ്യകളായിരുന്നു അത്. അപ്പം അങ്ങനെ വാവയുടെ ഇതുണ്ട്, ബേബി ജസ്റ്റിൻ ബീബറിന്റെ ബേബി ഇതുണ്ട്, ഷേപ്പ് ഓഫ് യു എഡ് ഷീറിന്റെ ഇതുണ്ട്,
കാം ഡൗൺ ചെയ്തു. കാം ഡൗൺ ചെയ്തിട്ടുണ്ട്. കാം ഡൗൺ ലേറ്റസ്റ്റ് ആയിട്ട് കാം ഡൗൺ എനിക്ക് പെട്ടെന്ന് ഈ വാവെ ഹിറ്റ് ആവുന്നുണ്ട്, എന്റെ പേരിലല്ല ഹിറ്റ് ആവുന്നത്, ആ ഓഡിയോ സഞ്ചരിക്കുന്നുണ്ട്. അതിനെ നെഗറ്റീവായിട്ട് വിമർശിച്ചുകൊണ്ട് തന്നെയാണ്. ആൾക്കാർക്ക് എന്താ സംഭവം, നമ്മൾ പ്രൂഫ് ചെയ്താണെന്ന് അറിയില്ല. ഇതെങ്ങനെ പെട്ടെന്ന് മലയാളത്തിലേക്ക് ആക്കാന്ന് വെച്ചാലും കറക്റ്റ് ആയിട്ടുള്ള വരികളോ ചിലപ്പോൾ വാക്കുകളോ ബേബി എന്നുള്ളതിന് വാവേന്ന് തന്നെ വരണമെന്നില്ല, കുഞ്ഞെന്ന് വന്നാലും മതിയല്ലോ. കുഞ്ഞ് ശരിയാട്ടാ. കുഞ്ഞെന്ന് പറഞ്ഞാലും വാവ കുറച്ചുകൂടെ അതാ ഞാൻ ബേബി വാവേ ദേവി എന്നൊക്കെ ഇടാൻ ഉദ്ദേശിച്ചത്. ആദ്യം ദേവി ദേവി അത് വേണ്ട. അതെങ്ങനെ കറക്റ്റ് വാക്ക് കിട്ടുകയും പാടല്ലേ? വാക്ക് മാറ്റി വെക്കുക. ആ സമയത്ത് ഏതാ രസമുള്ള പാടി വെക്കുമ്പോ ഒരു ചെറിയ രസം വേണം, പക്ഷെ ചെറിയ രസം ഇല്ലായ്മയും വേണം. ചെറുതൊക്കെ മുഴച്ചിക്കണം, നല്ല ഹ്യൂമർ കിട്ടുള്ളൂ. നിനക്കറിയാം എന്റെ ഇഷ്ടം കരഞ്ഞാൽ ഓടിയെത്താം, പ്രേമം വേണോ നെഞ്ചാകമോ ഇനിയൊരിക്കലും പിരിയില്ലെന്നാ, നമ്മൾ സെറ്റാണോ കളിക്കല്ലേ പെണ്ണേ, നമ്മൾ സുഹൃത്തുക്കളായി നിന്നാൽ പോരെ, വേറൊരാൾ പണ്ട് കണ്ണിൽ നോക്കി പറഞ്ഞു പണ്ടാതിത്തെ എന്റെ പ്രേമം പൊട്ടിയ കഥയോർത്ത് ഞാൻ പാവേ 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 ഓ പാവേ 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 നോ പാവേ 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 ഓ. ഒരു നല്ലൊരു സ്റ്റേജിലൂടെ മലയാളം റാപ്പ് സോങ്സും കടന്നു പോകുന്നു തോന്നുന്നു. നല്ല സ്റ്റേജിലേക്ക് എത്താനുള്ള ഒരു സമയമായിട്ടുണ്ട്. വളർച്ച തന്നെയാണ് അല്ലേ എപ്പോഴും. അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയ ആൾക്കാർക്ക് ഇങ്ങനെ ഹിപ്പ് ഹോപ്പും റാപ്പ് ഈ കൾച്ചർ സ്റ്റേജ് ഷോസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇത് എങ്ങനെ കൺസ്യൂം ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ നല്ല നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വേടനൊക്കെ അടിപൊളി ആർട്ടിസ്റ്റ്. ഞാൻ വേടൻ്റെ ഫാൻ ബോയാണ്, അടിപൊളിയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ കുറെ നല്ല ആർട്ടിസ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഇനി നല്ല ആർട്ടിസ്റ്റുകൾ വരാൻ നിൽക്കുന്നുണ്ട്. കുറേ അണ്ടർഗ്രൗണ്ടിൽ കിട്ടിലൻ സിമ്മക്കുട്ടികൾ വരാൻ നിൽക്കുന്നുണ്ട്. എങ്ങനെ പോവും നമ്മുടെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ രജത്തിന്റെ ഒരു പെർസ്പെക്റ്റീവില്? എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇലക്ട്രോണിക് മ്യൂസിക്കിന്റെ കുറച്ചും കൂടി വേറെ വേറെ വേർഷൻസിൽ മ്യൂസിക് പ്രൊഡക്ഷനിൽ ഇലക്ട്രോണിക് കുറച്ചുകൂടി കയറും. ടെക്നോ സൗണ്ട്സ് ഓൾറെഡി സ്കോറിലൊക്കെ ഉണ്ട്. ടെക്നോ സൗണ്ട്സിൽ പാട്ടുകൾ വരാൻ തുടങ്ങും, അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും കുറച്ചുകൂടി ആൾക്കാർ. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസിനെയൊക്കെ നമ്മുടെ നാട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടുന്നുണ്ട്, യൂട്യൂബൊക്കെ ആണെങ്കിലും. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി മാറേണ്ടത്? അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളും മ്യൂസീഷ്യൻസും എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കൂടുതൽ തോന്നുന്നത് മ്യൂസീഷ്യൻസ് ആണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. മ്യൂസീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇപ്പം പഴയ കാലം പോയി. പണ്ട് ലേബിൾസുകൾ പണ്ടത്തെ പോലത്തെ ഇപ്പം ടാലൻറ്റ് പൂള് വലുതായി, ആർട്ടിസ്റ്റുകൾ കൂടി. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരുത്തരും ഇൻക്ലൂഡിങ് ഞാൻ വരെ നമ്മൾ ചെയ്യുന്ന സാധനം ആൾക്കാർ എത്തിക്കുക, നമ്മുടെ ഫേസ് എത്തിക്കാൻ നോക്കുക. അത് നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. ബ്രാൻഡിങ്ങിൽ വർക്ക് ചെയ്യേണ്ടത് ആർട്ടിസ്റ്റ് തന്നെയാണ്. ഓരോ ആർട്ടിസ്റ്റിനും ഓരോരോ കളറുണ്ട്. ഇപ്പോൾ 127 എന്നുള്ള സാധനം ഒരു ബ്രാൻഡ് കൊണ്ടോ അതൊന്നുമല്ല. എനിക്ക് ആ സമയത്ത് ബ്രാൻഡൊന്നുമില്ല. എനിക്ക് ഈ പേര് അറിയാവുന്ന ഒരു നീശേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഈ സാധനം ഒരു പാട്ട് നല്ലതാണ് കയറി പോകും. അപ്പോൾ നല്ല പാട്ടിൽ കണ്ടെത്താൻ നോക്കുക, ലേബിളുകളും ഇൻവെസ്റ്റേഴ്സ് കണ്ടെത്താൻ നോക്കുക, അതിനൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കയറ്റാൻ നോക്കുക. ഇത് നടക്കണം. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ? ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യന് ഒരു ഹൗസിനെ സമീപിക്കാനോ, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ഞങ്ങളുടെ ട്രാക്ക് ഒന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഫോമിലേക്ക് കൊണ്ടുവരാം, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക്? ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഇതൊക്കെ ഒരു വാക്കാലാണ്, അല്ലാണ്ട് ഇവിടെ നിയമമൊന്നുമല്ലോ ഒരു പാട്ടിന് ഇങ്ങനെ ഡീൽ നടക്കുള്ളൂ. അതൊന്നുമില്ല. അതിപ്പോൾ ഞാൻ ചോദിക്കണ പോലെയാണ് എൻ്റെ ഡീല്. അത് ഓരോ ആർട്ടിസ്റ്റിലും അവരുടെ രീതിയിൽ ചോദിക്കണം. അതേപോലെ ഓരോ ലേബലും ആർട്ടിസ്റ്റിലെ തേടി പോകണം. ഈ ഇന്റർവ്യൂ കാണുന്ന ആരെങ്കിലും അവർക്ക് ഉപകാരപ്പെട്ടെ ഇങ്ങനെ തന്നെ വേർഡ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. വണ്ടിനെ തേടും ഈ പാട്ട് ഇവർ തന്നെ പാടണം അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പാട്ട് പാടിയവരെ പറ്റി? പൊതുവെ ഒരു പാട്ട് ഐഡിയ വന്നാൽ ഞാനാ പാടാറ്. അന്ന് കൂടെ അഖിലേഷ് ഉണ്ടായി. അഖിലേഷ് വളരെ സൂട്ടബിൾ വോയിസ് ആയിരുന്നു. അവരെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു സംഭവം ബ്ലെൻഡായി പോയി. അവള് കൂട്ടുകാരി അവളുടെ ഈ എന്താ സൗണ്ടിന്റെ ടോണൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ചിലവരെ ഭയങ്കര കോക്കി ആയിരിക്കുമല്ലോ നേച്ചർ. ഇപ്പോൾ എൻ്റെ ചിരിക്കണതും പരിപാടികളും ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര ആ സാധനമാണ് എനിക്ക് ഭയങ്കര അവളുടെ അടിപൊളിയായിട്ട് തോന്നിയത്. പിന്നെ അവൾ പാടും, അവൾക്ക് ഇങ്ങനെ കവേഴ്സ് ഇടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ മേടി നിൻ്റെ ഒരു പരിപാടിയെന്ന് തോന്നുന്നു, നീ ചുമ്മാ ഒന്ന് പാടിയിടുന്നുണ്ട്, ചുമ്മാ വാട്സാപ്പിൽ അയച്ചു തന്നു. നീയൊന്നും ചെയ്യണ്ട, ശരി സെറ്റായിന്നുണ്ട് ഞാൻ പോയി. പിന്നെ അവൾ ഇറങ്ങിയപ്പോഴാണ് അഖിലേഷ് ആണെങ്കിലും ഇവരുടെ അറിയണത് ഈ പാട്ട്. ഈ ഒരു മൊമെന്റം
പിക്ക് ചെയ്ത് പോകാനാണോ പ്ലാൻ? ട്രാക്കിൽ ഇറക്കിയിടാം. പിന്നെ വരുന്നുണ്ട് ട്രാക്കുകൾ, ഇനി വിഷയമാണ്. ഒരു ഹിപ്പ് ഹോപ്പ് ആൽബം വരുന്നുണ്ട് അടുത്തത്, ഒരു 8 ട്രാക്കുകൾ ഹിപ്പ് ഹോപ്പ് ആൽബമാണ്. അപ്പോൾ അത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ലേബിൾ സെല്ലായി പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് എൻ്റെ ചാനലിലേക്ക് വരും. നമുക്കൊരു പാട്ട് എന്തെങ്കിലും പാടി നിർത്തിയാലോ? ആ പാടി നിർത്താം. എന്താണ് കേൾക്കേണ്ടത്? മഴയത്ത് വെയിലത്ത് വാടി 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 മഴയത്ത് വെയിലത്ത് വാടി. അപ്പൊ ഇനിയും കുറെ ട്രാക്കുകൾ ഇറക്കാനാവട്ടെ. വണ്ടികളെ പോലെ ഒന്നുമില്ല, അതിനും മീതെ പാറി പറക്കട്ടെ. താങ്ക് യു.